വെളിപ്പാട് 13:1-2. അപ്പോൾ 10 കൊമ്പ്, 7 തല, കൊമ്പുകളിൽ 10 രാജമുടി, ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം. ഇതൊക്കെ പ്രസംഗിക്കണ ഒരു 60 രാത്രിയെങ്കിലും ഇപ്പോൾ സമുദ്രത്തിൽ നിന്ന് കയറും. ജനങ്ങളുടെ ഇടയിൽ നിന്നൊരു ഭരണാധികാരി ഇവിടുന്ന് എഴുന്നേൽച്ചു വരാൻ പോകുന്നു. അവനൊരു മതം പിന്തുണ കൊടുക്കുന്ന ഇന്ന് രാത്രി. അത് പുള്ളിപ്പുലി, തകർന്ന ഗ്രീസും, അതിൻ്റെ കാൽ കരടിയുടെ കാൽ ഇന്നത്തെ കത്തിക്കൊണ്ടിരിക്കുന്ന ഇറാനും, അതിൻ്റെ മുഖം വായ്മുഖം, സിംഹത്തിൻ്റെ മുഖം ഇന്നത്തെ ഇറാഖ്, അതിന് മഹാസർപ്പം വലിയ ശക്തി, അധികാരം, സിംഹാസനവും കൊടുത്ത് ലോകരാജ്യങ്ങൾ കോവിഡിൻ്റെ മറവിൽ ഇവനൊരു കാർപ്പറ്റ് ഒരുക്കാൻ പോകുന്ന അതാ യേശു ക്രിസ്തു പറഞ്ഞു. മത്തായി 24:21. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു വലിയ കഷ്ടം കോവിഡിൻ്റെ മറവിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിസങ്കീർണം. അങ്ങനെയെങ്കിൽ ഒരുവൻ ഭരിക്കണമെങ്കിൽ അവൻ്റെ കയ്യിൽ നമ്മുടെ രേഖകളെല്ലാം എത്തണം. ഇന്നൊരു രേഖ നമ്മുടെ കയ്യിലുണ്ട്. ആ രേഖയുടെ പേരാ വഴിയാധാരമായ ആധാർ. ആർക്ക് സന്തോഷമില്ലല്ലോ? 2009 ഇൻഫോസിസിന്റെ ചെയർമാനായ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചു. 180 കോടി ജനത്തെ ഒറ്റ അക്കൗണ്ടിൽ കൊണ്ടുവരുവാൻ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന പരിപാടിയാ വഴിയാധാരമായ ആധാർ. സാധാരണ ആധാർ ഇത്രയും കർശനമായി ഒരിടത്തും കൊടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ കോവിഡ് വാക്സിൻ എടുക്കാൻ പോയപ്പോൾ ആധാർ ഏവരും കൊടുക്കേണ്ടി വന്നു. സന്തോഷമില്ലല്ലോ? അങ്ങനെ എത്ര പേർക്കറിയാം? എന്താ ആധാർ കൊടുത്തതിൻ്റെ പിൻപിൽ ലോകത്തിലെ മനുഷ്യൻ്റെ ഡേറ്റ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിനകത്തേക്ക് പോകുന്നു. കാര്യം ഇത് പാറശാല. ഈ മണ്ഡലം ഇവിടെ ഒന്നിൽ ഇത് നെയ്യാറ്റിൻകരയാണോ പാറശാലയാണോ പാസ്റ്റർ മണ്ഡലം? ഇത് നെയ്യാറ്റിൻകര. ഇവിടുത്തെ MLA ദീർഘകാലമായി ശ്രീ ആൻസലൻ ഇന്ന് രാത്രി നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ ശ്രീ ആൻസലിനെ വിളിച്ചു വയ്ക്കണം. നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ എത്ര വോട്ടർമാരുണ്ടെന്ന് ചോദിച്ചാൽ ഏത് രാത്രിയിലും അദ്ദേഹം കണ്ണടച്ചുകൊണ്ട് പറയും. സന്തോഷമില്ലല്ലോ? കൈ ഉയരുന്നില്ലല്ലോ? സ്വോത്രം. വീട്ടിലെ കണക്കും കോഴിയുടെ കണക്കും അറിയത്തില്ലല്ലോ. എൻ്റെ മണ്ഡലത്തിൽ എത്ര വോട്ടർമാരുണ്ടെന്ന് ഇന്ന് രാത്രി ചോദിച്ചാൽ കണ്ണടച്ചുകൊണ്ട് പുള്ളി പറയും 1,00,000 ചെല്ലുവാനോ ഇത്ര വോട്ടർമാരുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ ഒരുവൻ ലോകം ഭരിക്കണമെങ്കിൽ മനുഷ്യൻ്റെ ഡേറ്റ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിൽ എത്തണം. ശ്രദ്ധയോടെ ഇരിക്കണം. അതാ നിങ്ങളുടെ വാക്സിനേഷൻ. എന്താ വാക്സിനേഷൻ? ഇവിടെ ആരൊക്കെ വാക്സിനേഷൻ എടുക്കാൻ പോയി? 12 വയസ്സുള്ള കുഞ്ഞു മുതൽ 85 വയസ്സ് വരെ വീട്ടിലുള്ള അപ്പച്ചന് വരെ കിട്ടി വാക്സിനേഷൻ. അതിൻ്റെ മറവിൽ എന്താ? അമേരിക്കയിൽ പോയി സോഷ്യൽ സെക്യൂരിറ്റി, ദുബായിൽ എമിറേറ്റ്സ് ഐഡൻറ്റിറ്റി, ഇസ്രായേലിൽ പാസ്പോർട്ട്, സൗദി അറേബ്യയിൽ പാസ്പോർട്ട്, അത് കഴിഞ്ഞിട്ട് ആസ്ട്രേലിയൻ ഐഡന്റിറ്റി, മലേഷ്യയിൽ മലേഷ്യൻ സെക്യൂരിറ്റി നമ്പർ, ഇന്ത്യയിൽ വഴിയാധാരമായ ആധാർ. എവിടെ പോയി? അക്ഷയയിൽ പോയി. 2 CSSC കോമൺ സേവാ സർവീസ്. കണ്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് നെയ്യാറ്റിൻകര TB ജംഗ്ഷൻ താലൂക്ക് ആശുപത്രി ചെന്ന് സിസ്റ്റർ റോസിയുടെ കയ്യിലേക്ക് പറഞ്ഞു ഒരു കോവാക്സിൻ അടിക്കാൻ പറഞ്ഞിട്ട് വല്ലവർക്കും കിട്ടിയോ? കഷ്ടം, അവിടെ കിട്ടത്തില്ല. സ്വോത്രം. നമ്മളിവിടെ അക്ഷയയിൽ കൂടി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിനകത്ത് സ്പോട്ട് വരും. സന്തോഷമില്ലല്ലോ? ഇത്രാം തീയതി ഇത്ര മണിക്ക് എവിടെ ചെല്ലണം? നെയ്യാറ്റിൻകര താലൂക്കിൽ ചെല്ലണം. കൈ ഉയർത്തി കൊടുക്കണം. കീ കൂക്കു വാക്സിൻ കിട്ടും. സന്തോഷമില്ലല്ലോ? അപ്പോൾ ഇതെവിടെ പോയെന്ന് മനസ്സിലായോ? നിങ്ങൾ ഉദിയംകുളങ്ങരയിലും കൊറ്റാമത്തും ഇത് ഓൺലൈൻ ചെല്ലുമ്പോൾ ഇതെവിടെ പോയി? ആധാർ ഒരു കമ്പ്യൂട്ടറിലേക്ക് പോയി. അതേസമയം മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തു. എല്ലാം അവൻ്റെ കയ്യിലെത്തി. കണ്ടില്ലയോ? നമ്പർ 1 ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലെ കേരളത്തിൽ ആദ്യത്തെ ലിങ്ക് പോയത് കേരള ഹെൽത്ത് അതോറിറ്റി ജനറൽ ആശുപത്രിയുടെ കമ്പ്യൂട്ടർ. എവിടെയാ? പാളയം 1. 2 അതെവിടെ പോയി? ഡൽഹി എയിംസിലേക്ക് പോയി, ഏറ്റവും വലിയ ആശുപത്രി. അത് കഴിഞ്ഞിട്ട് എവിടെ പോയി? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ. അത് കഴിഞ്ഞിട്ട് എവിടെ പോയി? യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇന്നത്തെ സെക്രട്ടറി അന്തോണീസ് ഗുട്ടറാസ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇതെവിടെ പോയി? WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിൻ്റെ നേതാവ് ആൻ്റണി ഫൗച്ചി അദ്ദേഹത്തിൻ്റെ മൊബൈൽ കമ്പ്യൂട്ടറിൽ നോക്കിയാൽ മതി നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ എത്ര പേര് വാക്സിൻ എടുത്തെന്ന് സെക്കൻഡ് കൊണ്ട് അറിയാം. സന്തോഷമില്ലല്ലോ? ലോകം ഒരുവൻ്റെ കയ്യിലേക്ക്. എത്ര കാര്യം മനസ്സിലായി? അപ്പം വാക്സിൻ എത്ര പേരെടുത്തെന്ന് ആര് മനസ്സിലാക്കി? നമ്മുടെ പ്രധാനമന്ത്രി മനസ്സിലാക്കി. എന്താ? ഒരു ദിവസം രാവിലെ അദ്ദേഹം പൈജാമയൊക്കെ ഇട്ടിട്ട് എയിംസിൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ, മേരാ ഭായിയോ ബഹനോ 100 കരോട് ആദ്മി വാക്സിൻ ലേ ലിയ. 100 കോടി പേര് വാക്സിൻ എടുത്തെന്ന് ആര് പറഞ്ഞു? ആൻസലൻ സഖാവ് പറഞ്ഞോ? CK ഹരീന്ദ്രൻ പറഞ്ഞോ? സഖാവ് പിണറായി പറഞ്ഞോ? ആരും പറഞ്ഞില്ല. ഇവിടെ നമ്മൾ അക്ഷയയിലും അതുപോലെ CSSCയിലും കീ കൂക്കു അടിക്കുമ്പോൾ ഓൺലൈനിൽ ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തി. അതുവഴി യുണൈറ്റഡ് നേഷൻസിൻ്റെ ഓഫീസിലെത്തിയെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞ ഉലകം ഒരുവൻ ഭരിക്കുവാൻ വരുമ്പോൾ അവനെ പറ്റിയുള്ള വ്യക്തിഗത വിവരങ്ങൾ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിനകത്ത് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇതിൻ്റെ പേര് ന്യൂ വേ വേൾഡ് ഓർഡർ. സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ പിശാച് കോവിഡിൻ്റെ മറവിൽ നമ്മുടെ ഡേറ്റയെല്ലാം കൊണ്ടുപോയി. സന്തോഷമില്ലല്ലോ?
ആകെ 1250 രൂപയുടെ വാക്സിൻ എടുക്കാൻ വഴിയാധാരമായ ആധാർ. സ്വോത്രം. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എത്ര? RCC പോയ 30 ലക്ഷം. അവർ ആധാർ ചോദിക്കുന്നുണ്ടോ? ഇല്ല. അവരാകെ ചോദിക്കുക റേഷൻ കാർഡ് ചോദിക്കുക, അല്ലെ കോൺടാക്ട് നമ്പർ ചോദിക്കുക. അത് അവർക്ക് ആധാർ വേണ്ട. അതിൻ്റെ അർത്ഥം ഇത് ലോകം ഒരുവൻ ഭരിക്കുവാൻ പോകുമ്പോൾ കോവിഡിൻ്റെ മറവിൽ മനുഷ്യൻ്റെ ഡേറ്റ എല്ലാം കൊണ്ടുവന്നു. എത്ര കോടി പേര് വാക്സിൻ എടുത്തെന്ന് പാസ്റ്റർ വിജയരാജൻ അറിയാമോ? അറിയുന്നു. വിജയൻ പാസ്റ്റർ അറിയാമോ? സാം പാസ്റ്റർ അറിയാമോ? BSNL എത്ര പേര് മൊബൈൽ ഉപയോഗിക്കുന്നു? ചില സമയം BSNL പറയത്തില്ലയോ റിംഗ് ടോണായി ഇന്ത്യസ് ഗോയിങ് ന്യൂ വെഞ്ചർ 120 crores people take it. Doses vaccine is going. BSNL ജൂൺ കേട്ടില്ലയോ 120 കോടിയിലേക്ക് വാക്സിൻ എത്തിയെന്ന്? സന്തോഷമില്ലല്ലോ. സ്വോത്രം. അങ്ങനെയെങ്കിൽ നാം ഉപയോഗിക്കുന്ന മൊബൈലിനകത്ത് വരെ ഇന്ത്യയിൽ എത്ര പേർ വാക്സിൻ എടുത്തെങ്കിൽ ഈ ഡേറ്റ മുഴുവൻ ഒരുവന്റെ കയ്യിലെത്തി. കോവിഡിന്റെ മറവിൽ ഒരുവൻ ഭരിക്കുവാൻ വരുമെങ്കിൽ ഡേറ്റ മുഴുവൻ ഒരുവന്റെ കയ്യിലെത്തണം. ഒന്നാമത്തെ സംഭവം കർത്താവിന്റെ വരവ്. 2, ഒരു ഭരണാധികാരി ലോകത്തിൽ വരണമെങ്കിൽ, ഏകലോകം ഭരണം വരണമെങ്കിൽ ഒരു മതത്തിൻ്റെ പിന്തുണ ആവശ്യമായിരിക്കും. അങ്ങനെ പിന്തുണ വേണോ? സഖാവ് പിണറായി വിജയൻ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണെങ്കിലും ഇലക്ഷൻ ആകുമ്പോൾ തിരുമേനിമാർക്കെല്ലാം പ്രൈസലോട് കൊടുക്കുകയല്ലേ? സന്തോഷമില്ലല്ലോ. സ്വോത്രം. നമ്മുടെ പാസ്റ്റർമാർക്ക് ഒരു കുഴപ്പമുണ്ട്, നമ്മൾ അങ്ങോട്ട് പോയി പ്രൈസലോട് കൊടുക്കും. പണ്ട് ഏതോ ഒരു പാസ്റ്റർ പ്രഖ്യാപിച്ചത് ഞാൻ ഓർക്കുന്നു, ഞാൻ കുറ്റം പറയുകയല്ല. കത്തോലിക്ക സഭ കഴിഞ്ഞാൽ 20 ലക്ഷം പേരുള്ളത് ഇന്ന് കേരളത്തിലെ പെന്തക്കോസ്ത് സഭയ്ക്കാണ്. സ്വോത്രം. സന്തോഷമില്ലല്ലോ. ജസ്റ്റിസ് JB കോശിക് കമ്മീഷൻ പിണറായി സഖാവിന് റിപ്പോർട്ട് കൊടുത്ത് ഇവിടുത്തെ CSIയും മാർത്തോമായും ഓർത്തഡോക്സും ഒന്നുമല്ല, ഏറ്റവും വലിയ സഭ കത്തോലിക്ക കഴിഞ്ഞാൽ കേരളത്തിൽ പെന്തക്കോസ്ത് 20 ലക്ഷം. സ്വോത്രം. എന്നിട്ട് നമ്മുടെ പാസ്റ്റർമാർ അങ്ങോട്ട് പോയി കാണണം. തൻ്റെ ഇടമുള്ള പാസ്റ്റർമാർ പറയണം അവരിങ്ങോട്ട് വരണമെന്ന്. സ്വോത്രം. അങ്ങനെ വിളിച്ചാൽ മതി. സ്വോത്രം. ഇല്ല, വീട്ടിൽ നിന്ന് CSI ഇതിൽ തിരുമേനി അങ്ങോട്ട് പോവില്ല. പുള്ളിക്കാരൻ പാളയത്തിരുന്ന് പറയും വേണം ഇങ്ങോട്ട് വരാൻ പറയും. സ്വോത്രം. കത്തോലിക്കല്ല 4 കുരിശുള്ള മെത്രാൻ പറയും, അവർ പറയും വേണം ഇങ്ങോട്ട് വരാം. ഇനി പെന്തിക്കോസിലെ പാസ്റ്റർമാർ പറയണം പിണറായി നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് പോയില്ല, വോട്ട് നമ്മൾ നോക്കുമെന്ന് പറയണം. സ്വോത്രം. വോട്ടൊക്കെ ചെയ്യാം, അത് വേറെ കാര്യം. നമുക്കും റെസ്പെക്ട് തരണം. എന്താ? നമ്മൾ വീർപ്പൊഴുക്കി സുവിശേഷം പ്രസംഗിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം മാന്യമായിട്ട് നമ്മളെ അനുഗ്രഹിച്ചു. കോടികൾ തന്നില്ലെങ്കിലും അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. അവർക്ക് കൊടുത്ത മാന്യത വേണ്ടേ നമുക്ക്? സ്വോത്രം. അല്ലാതെ വഴിയിൽ നിന്ന് പ്രസംഗിക്കുന്നവരാണ് പാസ്റ്റർമാർ. സ്വോത്രം. അതല്ല, നമുക്കും തരണം. വി ആർ റെസ്പെക്റ്റഡ് വിത്ത് അവർ പീപ്പിൾസ്. നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ നമ്മളെ റെസ്പെക്ട് ചെയ്യണം. കാര്യം നമ്മൾ വോട്ട് ചെയ്തവരാ. സ്വോത്രം. വഴിയെ കട്ടഞ്ചേരി അടിച്ചവരല്ല. അങ്ങനെയെങ്കിൽ ഒരു മതത്തിൻ്റെ പിന്തുണ, അത് ഉമ്മൻചാണ്ടി സാർ ഭരിച്ചാൽ മതങ്ങളെ കരങ്ങളിലെടുക്കും. അത് ഒരു ഭരണത്തിൻ്റെ നിവർത്തി. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ മൃഗം ഭൂമിയിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് കയറും, അഥവാ ഇന്നത്തെ ഉലകത്തിൽ നിന്ന് കയറും. 2, ഒരു മതത്തിൻ്റെ പിന്തുണ അതിന് കിട്ടും. അതാ ഇന്നത്തെ കത്തോലിക്ക സഭ അധ്യക്ഷൻ്റെ ലോകരാഷ്ട്രങ്ങളിലെ സന്ദർശനം. ബൈബിളിനകത്തുണ്ടോ? ഒരു മതം ഇതിനു വേണ്ടി പിടിമുറുക്കും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവെഴുത്ത്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 13 വേഴ്സ് 11. വെളിപ്പാട് 13-11 വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 13-11 വാക്യം. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. ദാ കിടക്കുന്ന 2 കൊമ്പ്. ഇതാണ് ഇന്നത്തെ കത്തോലിക്ക സഭയുടെ ഇരട്ടത്താപ്പ്. ഒരു മതത്തിന് ഞാൻ എതിരല്ല. അവരെ കരിസ്മാറ്റിക് കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കുന്ന അച്ഛന്മാരുമായിട്ട് ഏറ്റവും അടുത്ത പരിചയം. അഥവാ ഇന്നത്തെ കത്തോലിക്ക സഭ അധ്യക്ഷൻ പറയുന്ന ഒരു വാക്കുണ്ട്, അതിൻ്റെ പേര് ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ്. അദ്ദേഹം എല്ലാ രാഷ്ട്രക്കാരോടും പറയുന്ന ചൂട് കുറയ്ക്കണം, ചൂട് കുറയ്ക്കണം. ഇവിടുത്തെ ദൈവദാസന്മാരെ ഇവിടെ വെച്ചിരിക്കുന്നത് ആറയൂരും പരശുവയ്ക്കലും വെച്ചിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കാനാണ്. അവർ റോഡിൽ ഇരുന്ന് ചൂട് കുറയ്ക്കണം, ചൂട് കുറയ്ക്കാൻ പറയാനാണോ ദൈവസഭ ഇങ്ങോട്ട് വിട്ടത്? അങ്ങനെയെങ്കിൽ ഈ മതം 2 ചിറകുകൾ, കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുകൾ ഉണ്ടായിരുന്നു. 1, മതത്തിനകത്ത് ഈ സഭ ഇടപെടും. 2, രാഷ്ട്രീയത്തിനകത്തും ഇടപെടും. അതിനാസ്പദമായി കഴിഞ്ഞ ചില നാളുകളായി കത്തോലിക്ക സഭ ക്ലിയറായിട്ട് ലോക രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഈ കൺവെൻഷൻ നടക്കുന്നതിൻ്റെ തലയാഴ്ച കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എവിടെ പോയി? കാനഡയിൽ പോയി. എല്ലാ രാജ്യങ്ങളിലും പോകുന്നു. അഥവാ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ പറയുന്നു ഞങ്ങളും അദ്ദേഹത്തെ കൊണ്ടുവരാൻ പോകുന്ന അന്ത്യദിനങ്ങൾ. ബൈബിളിനുണ്ടോ? മതാധ്യക്ഷന്മാർ ലോക ഭരണാധികാരികളുമായി കൈകൊടുക്കും. ശ്രദ്ധയോടെ ദാതിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോവിഡ് കാലത്ത് ഏറ്റവും വലിയൊരു ചർച്ച നടത്തി കഴിഞ്ഞു. വാം വെൽക്കം, ഇങ്ങോട്ട് പോരാനും പറഞ്ഞിട്ടുണ്ട്. അന്ത്യദിനങ്ങൾ കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ മത നേതാക്കളുമായി ഇതാ കിടക്കുന്നു. ഇറാഖ്. ലോകം ഞെട്ടിപ്പോയി. ലോക ചരിത്രത്തിൽ ആദ്യമായി ഓൺലൈനിൽ ഇത് വരും. ഇറാഖിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യനത്തിൽ ഷിയ നേതാവുമായി കരം കൊടുത്തു. എന്തിനു വേണ്ടി? ഈ മതത്തിന് വേണ്ടിയെല്ലാം കൈ കൊടുക്കുന്നു. പറയാം കുഞ്ഞുങ്ങളെ, ഇന്ന് ഇറാഖിൽ ഞാൻ പറഞ്ഞില്ലോ, ഇറാഖിൻ്റെ തുറമുഖ നഗരം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇറാഖിൻ്റെ തലസ്ഥാനമാണ് ബാഗ്ദാദ്. ബാഗ്ദാദിൽ നിന്ന് 2 പട്ടണമുണ്ട്, നജഫും ഇർബിലും.
ആ റൂട്ടിനകത്ത് ഏകദേശം 500 ഏക്കറിനകത്ത് ഒരു ബാള് പണിഞ്ഞുകൊണ്ടിരിക്കുക. എതിർ ക്രിസ്തുവിൻ്റെ വ്യാപാര ശൃംഖല. അതിന് പിന്തുണ കൊടുക്കാൻ ആ കോവിഡ് കാലത്ത് 70 65 വയസ്സുള്ള അച്ചായന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ അന്ത്യദിനങ്ങളിൽ കോവിഡ് കാലത്ത് സ്വന്തം ഫ്ലൈറ്റിനകത്ത് ഇറാഖിനകത്തെ കാര് പോയി. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പോയി. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കഷ്ടത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുന്നു. തീർന്നില്ല. ഹൈന്ദവ സഹോദരങ്ങൾക്കും ശ്രദ്ധിക്കുക. മാതാ അമൃതാനന്ദമയി, ആത്മീയ നേതാവായ മാതാ അമൃതാനന്ദമയി വത്തിക്കാനിൽ പോയി പോപ്പുമായി നിരന്തരമായ ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ്. തീർന്നില്ല. സിറിയയിലെ തുർക്കിയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി, അവിടുത്തെ ഇമാമുമായി ഒരുമിച്ച് പള്ളിക്കകത്ത് നിസ്കാരം നടത്തുന്നു. കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ കോരിന്ത്യ ലേഖനം എഴുതിയിട്ടുണ്ട്. ആ വിശ്വാസികളുമായി ഇണയില്ല, പിണ കൂടരുത്. അതിനെപ്പോലും മാറ്റിക്കൊണ്ട് സഭയുടെ നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരേക ലോക മതത്തിന് വേണ്ടി കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ കണ്ടു. ശിവഗിരി മഠാധിപതി കാലം ചെയ്ത സ്വാമി പ്രകാശാനന്ദ SNDP യോഗത്തെ കൈകളിൽ കൊണ്ടുവരുവാൻ വത്തിക്കാനിൽ വെച്ച് നിർണായകമായ ഒരു കരാർ കത്തോലിക്ക സഭ ഒപ്പിട്ടു. അന്ത്യദിനങ്ങൾ കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പ്. തീർന്നില്ല. പാത്രക്കേ സഭയുടെ ബാവായും അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നു. അന്ത്യദിനങ്ങൾ കണ്ടില്ലേ. 3ാമത്തെ സംഭവത്തിലേക്ക് കടക്കാം. അടുത്തത് ഏറ്റവും നിർണായകമായി നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. രാജകീയം ഊഷ്മളം. അബുദാബി എന്ന് പറയുന്ന പട്ടണത്തിനകത്ത് ഇസ്ലാമിൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒരു മതപുരോഹിതൻ കത്തോലിക്ക സഭ പരമാധ്യക്ഷന് കൈ കൊടുക്കുന്ന ഒരു രാജകീയ ഊഷ്മളം. ലോകമാധ്യമങ്ങൾ ഞെട്ടിപ്പോയി. കത്തോലിക്ക സഭ അധ്യക്ഷൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇനി അബ്രഹാമിൻ്റെ മക്കൾ ഒരുമിക്കാം. കണ്ടു. അങ്ങനെയെങ്കിൽ അബ്രഹാമിൻ്റെ തലമുറകളെ ഒരുമിപ്പിക്കുവാൻ അവൻ രംഗപ്രവേശനം ചെയ്യാൻ പോകുന്നു. തീർന്നില്ല. അബുദാബിയിൽ ഇന്ന് രാത്രി 3 ദേവാലയങ്ങൾ ഒരു കൂടാരത്തിൽ. 1 ഇസ്ലാമിൻ്റെ മോസ്ക്, 2 ക്രൈസ്തവരുടെ ദേവാലയം, 3 ഇസ്രയേലിൻ്റെ സിനഗോഗ്. ഇതൊരു സാമ്പിൾ വെടിക്കെട്ട. അങ്ങനെയെങ്കിൽ ഒരു കുടക്കീഴിൽ 3 ദൈവാലയങ്ങൾ അബുദാബിയിൽ. എന്തിനു വേണ്ടി ഈ ദേവാലയം വരുന്നു? സ്തോത്രം. ഇവിടെ ഒരു ബിൽഡിംഗ് തുടങ്ങുമ്പോൾ, ഒരു ക്യാമ്പ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ഒരു കുടക്കീഴിൽ 3 ആലയങ്ങൾ വരുമ്പോൾ സഭ എടുക്കപ്പെട്ടാൽ എതിർ ക്രിസ്തു ഇസ്രയേലിന് വേണ്ടി ആലയം പണിയുവാൻ പോകുന്നു. വെളിപ്പാട് 6:1-2 വീട്ടിൽ ചെന്ന് വായിക്കണം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ്റെ കയ്യിലൊരു വാള്, അവനൊരു വില്ലുമുണ്ടായിരുന്നു. ജയിക്കാനും ജയിപ്പാനുമായി അവൻ പുറപ്പെട്ടെങ്കിൽ ഇന്ന് കത്തോലിക്ക സഭ അധ്യക്ഷൻ നിഴലായി അബുദാബിയിൽ ഒരു കുടക്കീഴിനകത്ത് 3 ദേവാലയം പണിയുമ്പോൾ താമസം വിന യഹൂദന് വേണ്ടി ഇതുപോലൊരു തകർന്നു കിടക്കുന്ന ഒരാലയം അവിടെ പണിയുവാൻ കാലമായി. എന്നാൽ ആ ആലയം ഇവിടെ ഉയരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരാലയം മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഈ തലമുറ ആ ആലയത്തിന്റെ പേര് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സഭയാകുന്ന മണവാട്ടി. ഇന്ന് രാത്രി ആറയൂര് കാലത്തിന്റെ നിറവുകൾ, ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു വലിയ സംഭവത്തിന്റെ നിറവിൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് സമീപമായിരിക്കുന്നു. ആറയൂരിൽ വീടിനകത്തോ റോഡിനകത്തോ ഞങ്ങൾ കേൾക്കുന്ന ദൈവമക്കള്, ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു, കാലം സമീപമായി. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. ഞങ്ങളുടെ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ കാലമായി. കോവിഡിന്റെ മറവിൽ ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. 1ാമത്തെ തലം, അവർ ഡേറ്റ ഇസ് ഗോയിങ് എ സെൽഫ് കമ്പ്യൂട്ടർ ഇൻ യുണൈറ്റഡ് നേഷൻ. ദ സെക്കൻഡ് വൺ, ദ വൺ വേ വേൾഡ് റിലീജിയൻ കമ്മിങ്. തീർന്നില്ല. ആ റിലീജിയൻ എവിടം വരെ എത്തി? എല്ലാവരെയും അവർ കൈക്കലാക്കി. കത്തോലിക്ക സഭ ആരെയൊക്കെ കൈക്കലാക്കി എന്ന് പറയാം. ശ്രദ്ധയോടെ ഇരിക്കണം. ദാ കിടക്കുന്നു. സ്തോത്രം. ഏറ്റവും നിർണായകമായി മത ഏകീകരണത്തിനായി ലോകത്തിലെ എല്ലാ നേതാക്കളും ഒരുമിക്കുന്നു. ദാ കിടക്കുന്നു. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ആരാ? ഫ്രാൻസിസ് മാർപ്പാപ്പ, അമൃതാനന്ദമയി അമ്മച്ചി, സ്വാമി പ്രകാശാനന്ദ, ഭൂമി വിറ്റ തൂങ്കുഴി, പൂങ്കുഴി, പടയാറ്റിൽ, എല്ലാവരും ഒരേ കുടക്കീഴിൽ. എന്തൊരു നല്ല കാര്യം. നോഗയുടെ പെട്ടകത്തിൻ്റെ കണക്ക് എല്ലാവരും ഒരുമിച്ചെന്ന്. ഇതിനകത്ത് എല്ലാവരും ഉണ്ട്. ഇപ്പോൾ CSIക്കാരെ അവർ വെൽക്കം ചെയ്യുന്നു. സന്തോഷമില്ലല്ലോ? CSIക്കാർ ഇവിടെ കാണും. ഇടയ്ക്ക് ഞാൻ ദക്ഷിണ കേരള മഹായിടവകയുടെ നല്ല പ്രസംഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരച്ഛനെ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ പേരാ നമ്മുടെ കാപ്പിപ്പൊടി അച്ഛൻ. സ്വോത്രം. അപ്പോൾ അവർക്ക് പിടികിട്ടി ശരിയാവത്തില്ലെന്ന്. സ്വോത്രം. വിഷമമൊന്നും വേണ്ട. സ്വോത്രം. ഞങ്ങളെയൊക്കെ വെട്ടി നിരത്തിയിട്ടാണ് കൊണ്ടുവന്ന. കാപ്പിപ്പൊടിയുടെ കാപ്പിയൊന്നും തിരുവനന്തപുരത്തെ CSIക്ക് ചിലവാകത്തില്ല. അച്ചായ അമ്മാമ്മയോട് ചിന്നമ്മ അവറാച്ചാൻ്റെ കൂടെ ഒളിച്ചോടിയ കാപ്പിപ്പൊടിയുടെ കേട്ടാ വല്ലവന് യോഗത്തിന് വരും. അതോടുകൂടി CSIയുടെ പരിപാടി ശരിയായി. സ്വോത്രം. ഇനിയെങ്കിലും പള്ളിക്കകത്തുള്ള എൻ്റെ സഹോദരങ്ങളോട് പറയാം, പ്രസംഗിക്കാൻ ആളെ കിട്ടിയില്ലല്ലോ, ഇങ്ങനെയുള്ള കോമഡികളെ ഒന്നും മഹായിടവക കൊണ്ടുവരരുതേ. സ്തോത്രം. ഇന്ന് അത്രയും നിൽക്കട്ടെ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അത് കണ്ടില്ലേ? എല്ലാവരും ഒരു കുടക്കീഴിലായി. ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് എല്ലാവരും
എല്ലാവരും ഉണ്ട്. മർത്തോമയുണ്ട്, CSI ഉണ്ട്, കത്തോലിക്കയുണ്ട്. ഇതിനകത്ത് ഒരു കൂട്ടർ മാത്രം ഇതുവരെ വന്നിട്ടില്ല. അവരാരാന്നറിയാമോ? പെന്തിക്കോസുകാർ. ലാസ്റ്റിൽ അവരും വരും. ഞങ്ങളുടെ ഒരു കുഴപ്പമുണ്ട്, കവർ കണ്ടെങ്കിലേ ഞങ്ങൾ അകത്ത് കയറത്തുള്ളൂ. അവസാനം കവർ വരും, ഞങ്ങളും അകത്താവും. അന്ന് കർത്താവ് മധ്യാകാശത്തിൽ വരും. എത്ര നല്ല കാര്യം! അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാഥ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത്. കോവിഡിന്റെ മറവിൽ രണ്ടാമത്തത്, കഴിഞ്ഞ ആഴ്ച കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ, നിങ്ങളെല്ലാം ടെലിവിഷനിൽ കണ്ടു, വീൽ ചെയറിനകത്തിരുന്ന് കാനഡയിൽ ചെന്ന് സകലരോടും മാപ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞ തെറ്റുകളെല്ലാം ക്ഷമിക്കണം. അങ്ങനെയെങ്കിൽ ഒരു മതം ഇവിടെ പിടിമുറുക്കുന്നു. മൂന്നാമത്തെ സംഭവം, ഏറ്റവും നിർണായകമായി കോവിഡിന്റെ മറവിൽ ഒരു അജണ്ട ഇവിടെ കൊണ്ടുവരുന്നു, സാത്താന്റെ അജണ്ട. അതിന്റെ പേര് ഡീപോപ്പുലേഷൻ. എന്താ ഡീപോപ്പുലേഷൻ? ജനസംഖ്യ ഇവിടെ കുറയുന്നു. അതിന്റെ അർത്ഥം വിവാഹപ്രായം 21. ശ്രദ്ധയോടെ ഇരിക്കണം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ എവിടെ പോയെന്നറിയാമോ? എവിടത്തേക്ക് പോയി? ഈ ബ്രിട്ടണിനകത്ത് പോയി ഒരു സമ്മേളനത്തിന്. അന്ന് കുറച്ച് പണക്കാരെയും കൊണ്ടുപോയി, അംബാനിയും കൊണ്ടുപോയി, അദാനിയും കൊണ്ടുപോയി. അന്ന് കുറച്ച് VIP കൾ ഉണ്ടായിരുന്നു. അതിലൊരുത്തന മൈക്രോസോഫ്റ്റിന്റെ തലവനായ ബിൽ ഗേറ്റ്സിന്റെ ഭാര്യ മിലിൻഡ ഗേറ്റ്സ്. അവരാ ഇന്നൊരു വാക്സിൻ കൊടുക്കാമെന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയിൽ. മറ്റൊരിക്കൽ ഞാൻ പ്രസംഗിക്കാം, പക്ഷേ ഇതിന്ന് ഏറ്റവും നിർണായകമായതുകൊണ്ട് ഈ ഭാഗം പ്രസംഗിക്കുന്നത്. അതിനുശേഷം ഇലോൺ മസ്ക്, അവരെയൊക്കെ കണ്ടപ്പോൾ നരേന്ദ്രമോദി സാറിൻ്റെ ചെവിയിൽ ഒരു കാര്യം അവർ പറഞ്ഞു, സാറ് ഇന്ത്യയുടെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുക, ഈ പോക്ക് പോയാൽ കിറ്റും കൊടുക്കാൻ പറ്റത്തില്ല, ആഹാരം കൊടുക്കാൻ പറ്റത്തില്ല. അഥവാ തലയണ മന്ത്രം നമ്മുടെ ഉർവശി ശ്രീനിവാസന്റെ തലയെ പറഞ്ഞ പോലെ ഒരു തലയണ മന്ത്രം ബ്രിട്ടണി വെച്ച് ആര് പറഞ്ഞു കൊടുത്തു? നമ്മുടെ പ്രധാനമന്ത്രിക്ക് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ഇവിടെ മടങ്ങി വന്നു. ഒരു സുപ്രഭാതത്തിൽ രാജ്യസഭയ്ക്കകത്ത് ലോക്സഭയ്ക്കകത്ത് ഒരു പ്രഖ്യാപനം നടത്തി. ഇന്ത്യയിൽ സ്ത്രീകളുടെ വിവാഹപ്രായം 21. കരമുയരുന്നില്ലല്ലോ. എത്ര പേര് സ്വോത്രം 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 പറയാം. അവൻ നിയമത്തെ കയ്യിലെടുക്കാൻ പോകുന്നു. സാത്താൻ നിയമത്തെ കയ്യിലെടുക്കുന്നു. ഹി വിൽ ടേക്ക് ഇറ്റ് ദ ലാൻഡ് ഓർഡർ. പറയാ, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ ഭരണത്തിൽ നിന്ന് മാറി. സഖാവ് പിണറായി വിജയൻ ഭരണത്തിൽ വന്നപ്പോൾ പോലീസ് മേധാവിയെ മാറ്റി, ഹൈക്കോടതി പ്ലീഡർമാരെ മാറ്റി, അഡ്വക്കേറ്റ്സിനെ മുഴുവൻ മാറ്റിയതുപോലെ എതിർ ക്രിസ്തു ഭരണത്തിൽ വരുന്നതിന് മുമ്പ് അവൻ നിയമത്തെ കയ്യിലെടുക്കും. Now the time you are heard in Arayur, he will take it the law and order. അഥവാ വിവാഹ നിയമത്തെ അവൻ മാറ്റി. എന്താ? UN റെസൊല്യൂഷൻ മുഴുവൻ വായിച്ചിട്ടുള്ളത് സജു ചാത്തന്നൂർ. അല്ലാതെ സ്റ്റേജിൽ കയറി വന്നിട്ട് യേശു വരുന്നല്ല. ഇന്ന് രാത്രി UN അകത്ത് 272 രാഷ്ട്രങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 158 രാഷ്ട്രങ്ങളിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 അതിനെ കടത്തി വെട്ടിക്കൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് 21 ആക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജനസംഖ്യ കുറയ്ക്കുവാൻ പിശാച് ഇവിടെ പദ്ധതി വെച്ച് കഴിഞ്ഞു. അതിന്റെ പേര് ഡീപോപ്പുലേഷൻ. BJPയുടെ ഗവൺമെന്റ് ആരോടും ചോദിച്ചില്ല. ഒരു പകൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോക്സഭയിൽ ഒരു പ്രസ്താവന, ഇന്ത്യ മുഴുവൻ നിയമം വിവാഹപ്രായം 21, രാജ്യസഭയിലും ഒരു നിയമം വിവാഹപ്രായം 21. ഒരു പാർട്ടികളും എതിർക്കാൻ അനുവദിച്ചില്ല. ബൈബിളിനകത്തുണ്ടോ കോവിഡിന്റെ മറവിൽ എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരുന്നതിന്റെ രംഗപടത്തിന് പിൻപിൽ വിവാഹപ്രായത്തെ മാറ്റും. വായിക്കാം, ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 25-ാമത്തെ തിരുവചനം. ദാനിയേൽ 7-ാം അധ്യായം അതിന്റെ 25-ാമത്തെ തിരുവചനം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം വായിച്ചോട്ടെ മക്കളെ. ദാനിയേൽ 7:25. അവൻ അത്യുന്നതനായവന് വിരോധമായി, അവൻ അത്യുന്നതനായവന്, ദൈവം വെച്ച നിയമത്തിന് വിരോധമായി, അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും, അത്യുന്നതന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. അതാ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിനകത്ത് സമയങ്ങളെയും നിയമങ്ങളെയും അവൻ മാറ്റും. കാർമിക നിയമം, വിവാഹത്തിന്റെ കാർമിക നിയമം മാറ്റി. അടുത്തത് ലോകം പരവധാനി കൊടുക്കാൻ പോകുന്നു. വായിച്ചേട്ട മക്കളെ, കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. കാലം 7, കാലാംശം 3.5 വർഷം സഭ എടുക്കപ്പെടാൻ പോവുകയോ. അതിന്റെ മറവിൽ അവന്റെ കയ്യിലേക്ക് ഉലകം വരുവാൻ പോകുന്നു. അതിനാസ്പദമായി അവൻ നിയമത്തെ കയ്യിലെടുത്തു. കോവിഡിന്റെ മറവിൽ വിവാഹപ്രായം മാറ്റി 21. മൂന്നാമത്തെ സംഭവം 1, 2, 3. Our data is going on server. The second one is the new world where religion is performing. The third one, the marriage acts are totally lost in India. That childs and ladies, the marriage is going. Now the age 21, behalf 18 is closed down in Lok Sabha and Rajya Sabha. ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കോവിഡിൻ്റെ മറവിൽ ഇതെല്ലാം അന്ത്യകാല സംഭവം. നാളെ ഈ കോവിഡിൻ്റെ മറവിൽ നമ്മൾ വീട്ടിലിരുന്നപ്പോൾ ഇവിടെ ഒരു സമരം നടന്നു, കർഷക സമരം. കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എന്താ കർഷക സമരം? 2009. ശ്രദ്ധയോടെ ഇരിക്കണം. അമേരിക്കയിൽ ഒരു സമരം തുടങ്ങി, വാൾ സ്ട്രീറ്റ്. ആ വാൾ സ്ട്രീറ്റിൻ്റെ പ്രത്യേകത തൊഴിലല്ലെങ്കിൽ ജയിൽ, പണം കിട്ടിയില്ലെങ്കിൽ സമരം ചെയ്യും. അത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്, CPI, അവരുടെ യുവജന സംഘടന ഏറ്റെടുത്തു. അതുകൊണ്ട് 48 മണിക്കൂർ പണിമുടക്ക്. കഴിഞ്ഞ മാർച്ചിൽ ഇവിടെയും നടന്നു 48 മണിക്കൂർ, സ്ഥിരം 48 മണിക്കൂർ പണിമുടക്ക്. ഇതിൻ്റെ പേരാ തൊഴിലല്ലെങ്കിൽ ജയിൽ. അതെവിടുന്ന് വന്നു? ആ പണിമുടക്ക് അമേരിക്ക. അത് കഴിഞ്ഞത് ബ്രിട്ടനിലേക്ക് കയറി. ശ്രദ്ധയോടെ ഇരിക്കണമേ. ബ്രിട്ടനിലോട്ട് കയറിയപ്പോൾ
ആ പണിമുടക്ക് നിറം മാറി റോഡിനകത്ത് കലാപമായി. അതിനുശേഷം വീണ്ടും ആ പണിമുടക്ക് ഇവിടെ വന്നു. ചൈനയിലെ ടിയാമൻ സ്ക്വയർ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കുഞ്ഞുങ്ങളെ വേട്ടയാടി. അത് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ വന്നു. ഗൾഫിൽ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാൻ ഷേക്കുമാരുടെ കാറ് തടഞ്ഞു. ഇവിടെ വന്ന് പിണറായി സഖാവിനെ കാണാമെന്ന് ഷേക്കിന്റെ കാറ് വരെ അവിടെ തടഞ്ഞു. സ്വോത്ര ശമ്പളമില്ല. സ്വോത്ര ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്ടൊക്കെ പ്രസ്താവിക്കുന്നതായിട്ട് അവിടെ എണ്ണ കവിഞ്ഞൊഴുകുകയെന്ന്. അവിടെ എണ്ണയൊന്നും കവിഞ്ഞൊഴുകുന്നില്ല, ഉള്ളവനെ പിടിച്ച് ഊറ്റിക്കൊണ്ടിരിക്കുക സ്വോത്ര. അതുകൊണ്ടെല്ലാം രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക സ്വോത്ര. ഇവർക്കൊന്നും ലോക ചരിത്രം അറിയത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം ആ സമരം വന്നു ഡൽഹിയിൽ ഒരു അപ്പച്ചൻ വിസിലടിച്ചു. പത്രം വായിച്ചവർക്കറിയാം, അണ്ണാ ഹസാരെ ഒരു വിസിലടിച്ചില്ലേ. അന്നൊരു പാർട്ടി ഉണ്ടായില്ലേ, സുന്ദരമായ പാർട്ടി, ആപ്പ് പാർട്ടി. സന്തോഷമില്ലല്ലോ, എല്ലാവനെ ആപ്പ് വെക്കാൻ ആപ്പായി ഡൽഹി വന്നു ചൂല് പാർട്ടി സ്വോത്ര. അവൻ്റെ പേര് തന്നെ എത്ര നല്ല പേര്, അരവിന്ദ് കേജ്രിവാൾ. കണ്ടോ, വെളിപ്പാട് പുസ്തകം ഒരു വാള് പറയുന്ന പോലെ എവൻ്റെ അറ്റത്ത് ഒരു വാളുണ്ട് സ്വോത്ര. അവൻ പിടിമുറുക്കിയില്ലേ സ്വോത്രം. ആ സമയത്ത് ഇന്നാളൊരു കാര്യം നടന്നു. പഞ്ചാബിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. കോൺഗ്രസ്സുകാർ അവിടെ ഇവിടെയൊക്കെ പ്രചരണം നടത്തി സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് BJP പ്രചരണം നടത്തി. ഈ കേജ്രിവാൾ ഭയങ്കര ബുദ്ധി IAS കാരനാണ്. അവ ഈ കർഷക സമരത്തിന് വന്നവർക്കെല്ലാം കിറ്റും ചായയും വെള്ളവും എല്ലാം കൊടുത്തു സ്വോത്രം. ഇവിടെ രാഷ്ട്രീയക്കാരെല്ലാം സർവേ എഴുതി BJP വരും, കോൺഗ്രസ് വരും. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, മണ്ണും ചാരിയിരുന്നവൻ പെണ്ണും കൊണ്ടുപോയി. ഹിന്ദിക്കാരുടെ ഭാഷ പറഞ്ഞാൽ ദിൽവാലെ ദുൽഖനിയൻ ലേ ജായെങ്കിൽ സ്വോത്രം. സന്തോഷമില്ലല്ലോ, കോൺഗ്രസിനെയും BJP-നെയും തട്ടി ഇന്ന് ആര് കൊണ്ടുപോയി? പഞ്ചാബും ആപ്പ് കൊണ്ടുപോയി. സന്തോഷമില്ലല്ലോ സ്വോത്രം. ഇതെല്ലാം ഇതിൻ്റെ കാര്യം ആ ഭരണകൂടങ്ങൾ തകരുന്നു മുന്നോട്ട് സ്വോത്രം. അതെവിടെ വന്നു? കേരളത്തിൽ മുഴുവൻ സമരമാ. എല്ലാവരും സെക്രട്ടറിയിലേക്ക് സമരം, SNDP സമരം, NSS സമരം, അച്ഛന്മാർ സമരം, ഭാഷന്മാർ സമരം. പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ നല്ലൊരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയുടെ പേര് VSDP. ഇരുന്ന് സമരം, കിടന്ന് സമരം, നിലവിളി സമരം, ഒത്തിരി സമരം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെ കാണുന്നില്ല. എവിടാന്നറിയാമോ? ആരാണ്ടൊക്കെ പറയുന്നിട്ട് എന്തോ തടഞ്ഞെന്ന് ഇപ്പോൾ അവരെ കാണാനേ ഇല്ല സ്വോത്ര. മറ്റേത് നെയ്യാറ്റിൻകരയും ബ്ലാത്താങ്കരയും ചെങ്കലും ഒക്കെ എന്തോ ഒരു പോസ്റ്റായിരുന്നു. അത്രയും പറഞ്ഞ് ഞാൻ നിർത്താം സ്വോത്ര. അന്തിമ സമരങ്ങൾ. പിന്നെ സമരം ചെയ്യാൻ ഏറ്റവും നല്ലതൊരാ സഹോദരിമാർ. മൂന്നാർ കേട്ടിട്ടുണ്ടോ? പെമ്പിളൈ ഒരുമൈ. എത്ര പേര് കേട്ടു സ്വോത്ര? ഞാൻ പൂപ്പാറ, തേക്കുപാറ, ശാന്തന്മാറ യാക്കോബായ സഭയുടെ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. അച്ഛന്മാരെല്ലാം എൻ്റെ സ്നേഹിതരാ. എവിടെ ചെന്നാലും എനിക്ക് ആൾക്കാർ വളരെ പരിചയം. ഞാൻ കാര്യം കുറേ നാൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, സഹോദരി ഗോമതി എനിക്കൊന്ന് കാണുമെന്ന്. മൂന്നാർ പെമ്പിളൈ ഒരുമൈ. ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ അച്ഛന്മാരോട് പറഞ്ഞ് ഗോമതി സിസ്റ്റർ എന്ന് കാണാം. അവർ പറഞ്ഞാൽ അടുത്ത് തന്നെ ഉണ്ട്, കാണാം, ഒരു ചെറിയ വീട്. ഞാൻ അവിടെ ചെന്ന് സഹോദരിയോട് ചോദിച്ച്, ഐ ആം അപ്രീഷിയേറ്റ് യു, നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യുന്നു. 3000 പെമ്പിള്ളേരെ റോഡിലിറക്കി. അപ്പോൾ അവരെന്നോട് കേട്ടിരിക്കുക, പാസ് ഇനിമേ വന്ന 6000-ന് ഞാൻ റോഡിലിറക്കുമെന്ന് സ്വോത്ര. ഞാൻ ചോദിച്ചു, പോസ്റ്ററില്ല, കാര്യമില്ല. അപ്പോൾ പറയും, എങ്ക വാട്സപ്പ് ഒന്ന് ചലിച്ചാൽ ഇടുക്കിക്കകത്ത് 6000 പെങ്കൊച്ചുങ്ങൾ റോഡിലിറക്കുമെന്ന് സ്വോത്ര. സോഷ്യൽ മീഡിയയുടെ കഴിവ് നോക്ക്. പോസ്റ്റർ വേണ്ട, കാര്യം വേണ്ട. കണ്ടില്ല ആ സമരം? ആർക്കും ഓർമ്മയില്ലേ സ്വോത്രം? ആ സമരത്തിലല്ലേ നമ്മുടെ സഖാ VS അവിടെ പറഞ്ഞു എന്നില്ലേ? സഹോദരി ഗോമതിയുടെ നിന്ന് ഒരു കട്ടൻ കാപ്പി മേടിച്ചിട്ട് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു, തൊഴിലാളികൾക്ക് തോട്ടം കോഴി കൂട്ടണം. അന്നൊരു പാട്ട് പാടിയില്ലേ, കൈ ചുരുട്ടി, അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ എല്ലാത്തിനും മതിയാവന. കോടിയേരി പിണറായി നോക്കിയില്ലേ സ്വോത്രം? അദ്ദേഹത്തിൻ്റെ പ്രസംഗം അങ്ങ് കേട്ടിട്ടില്ലേ നിയമസഭയിൽ സ്വോത്രം? ചെങ്കലുകാർ കേട്ടില്ലേ? ഇന്നാൾ പണ്ട് നമ്മുടെ മാണിസാറുമായിട്ടൊരു വട കൂടിയപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, സാർ ഒരുവൻ സർവ്വലോകവും നേടിയാലും. നമ്മുടെ പരിശോധി വിജയരായ വാസു പറയൂ, ഒരുവൻ സർവ്വലോകവും നേടിയാലും അവൻ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ കീഴേ കെടാത്ത തീയും ചാകാത്ത പിടിയും സ്വോത്രം. അയ്യോ, VS കണ്ണമൂല ബൈബിൾ സെമിനാരിൽ പോയതല്ല, അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു പുള്ളിയായിരുന്നു. സന്തോഷമില്ലല്ലോ സ്വോത്ര. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടം സ്വോത്രം പറയുന്നവനെ. പേരൊന്നും പറയത്തില്ല, ബാക്കി രഹസ്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം സ്വോത്രം. ഇപ്പം എല്ലാവരും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയല്ലോ. ഇന്നാണ് ഞാൻ സെക്രട്ടേറിയറ്റ് പൊതുഭരണ വകുപ്പിൽ ഒരു കാര്യം ഇത് പോയപ്പോൾ M സ്വരാജ് എന്ന് പറയുന്ന നേതാവ് ഇങ്ങനെ പ്രസംഗിക്കുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ സ്വോത്രം. ഞാൻ ഈ യോഗം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വന്ന് ഞങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിൽ കൊടി പിടിച്ച് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ച്, ഇത് എവിടുന്ന് പഠിച്ചെന്ന്? ഓ, രാത്രി കിടക്കുമ്പോൾ ഇച്ചിരി ബൈബിൾ വായിക്കുക സാറേ, അതാ ഏറ്റവും നല്ലതെന്ന് സ്വോത്രം. ഇതെല്ലാവരും വായിക്കുക, സന്തോഷമില്ലല്ലോ സ്വോത്രം. അതിനായി കണ്ടോ, അങ്ങനെ ജനത്തെ ഇളക്കും. കോവിഡ് കാലം, ആയിരക്കണക്കിന് പേർ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡൽഹിയിൽ കർഷക സമരം. എവിടെ? ഹരിയാന, സിംബുഗു, അംബാല. എന്താ കർഷക സമരം? കേൾക്കണം, ഇവിടെ നല്ല കർഷകരുള്ളയാ. എന്താ ഈ കുത്തകകൾ? പഞ്ചാബിലെ തോട്ടങ്ങളും പാടങ്ങളും പിടിച്ചടക്കുവാൻ പോയി റിലയൻസ്, അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പുകൾ പിടിച്ചടക്കാൻ പോയി. അപ്പോൾ പഞ്ചാബിലെ കർഷകർ, നമുക്കിവിടെ ചെങ്കലൊക്കെ നല്ല ഫാമുണ്ട്. നമ്മുടെ കൊലകളും കർഷകരെല്ലാം കൂടെ കൊണ്ടുവന്ന് വിപണിയിലിട്ട് തൂക്കി നെയ്യാറ്റിൻകര വിൽക്കുന്നത് പോലെ വിൽക്കുന്നതിന് പകരം നിലത്തിനകത്ത് കൊയ്യുന്ന സകല ഫലങ്ങൾ ഈ അദാനിക്കും അതുപോലെ റിലയൻസിനും കൊടുക്കാൻ വേണ്ടി, അംബാനിക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നത് കർഷക സമരം. പക്ഷേ മലയാളികളാണ് തോറ്റു തുന്നം പാടിയ സർദാക്കന്മാർ വിടുവോ? അവർ ഒറ്റ വർഷം 2020 മുതൽ സമരം തുടങ്ങി 2021 നവംബർ വരെ ആയിരങ്ങൾ മരിച്ചു വീണപ്പോഴും ഡൽഹിയിലെ കർഷക സമരത്തിനകത്ത് ഒരു കരമിളകി വന്നു സ്വോത്രം. അവൻ ജനത്തെ
ഭരണകൂടത്തെ ഇളക്കും. സ്വോത്രം. അവൻ ഭരണകൂടത്തെ ഇളക്ക്. കോവിഡിന്റെ മറവിൽ ഡൽഹിയിലെ കർഷക സമരം ആരൊക്കെ പങ്കെടുത്തു? മലയാളി. ഒരുവൻ ഭരിക്കുവാൻ വരുമെങ്കിൽ അവൻ എവിടൊക്കെ പിടിച്ചടക്കുമെന്ന് ഇന്ന് രാത്രി വെളിപ്പാട് പുസ്തകം വായിക്കാം. തൊട്ടുവെക്കാം. വെളിപ്പാട് പുസ്തകം 13:7 വാക്യം. എവിടൊക്കെ ഭരണം നടക്കുന്നു? വെളിപ്പാട് പുസ്തകം 13 അധ്യായം അതിന്റെ 7 തിരുവചനം. ഒരുവൻ ഭരണത്തിൽ വരണമെങ്കിൽ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് റഷ്യ ഉക്രൈൻ അന്തിമ യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുൻപായി കേട്ടോണേ വചനം. അതുകൊണ്ട് സ്പീഡ് കുറച്ചു പോകുന്നത്. റഷ്യ ഉക്രൈൻ ഇപ്പോൾ നടക്കുന്ന ഒരു അന്തിമ യുദ്ധത്തിലേക്ക്, ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് എവിടൊക്കെ അവൻ പിടിമുറുക്കും? വായിച്ചാട്ടെ. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാൻ അതിന് അധികാരം ലഭിച്ചു. ആന്റിക്രൈസ്റ്റ് എതിർ ക്രിസ്തുവിന് അധികാരം വരുന്നു. എവിടെ? സകല ഗോത്രത്തിന്മേലും. നമ്മുടെ ഡേറ്റ മുഴുവൻ അവന്റെ കമ്പ്യൂട്ടറിനകത്ത്. അടുത്തത് വംശത്തിന്മേലും. അമേരിക്ക തൊട്ട് ഇതുവരെയുള്ള എല്ലാവനെയും അവൻ ഇളക്കി സമരത്തിനകത്ത്. അടുത്തത് ഭാഷമേലും. എന്താ ഡൽഹിയിലെ കർഷക സമരം? മലയാളി ഉണ്ടായിരുന്നു, സർദാർ ഉണ്ടായിരുന്നു, തമിഴ്നാട്ടുകാരൻ ഉണ്ടായിരുന്നു. സകല ഭാഷക്കാരെ ഇളക്കാൻ അവന്റെ കയ്യിൽ കാര്യമുണ്ട്. അടുത്തത് ജാതിമേലും. കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ എല്ലാവർക്കും പ്രൈസലോട് കൊടുക്കുന്ന ജാതിമേലും അധികാരം ലഭിച്ചു. ഇന്ന് രാത്രി കോവിഡിന്റെ മറവിൽ ഈ 4 സംഭവങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു. ഒരിടത്ത് കോവിഡ് ഇപ്പോഴും അടിക്കുമ്പോൾ റഷ്യ ഉക്രൈൻ, മറുസ്ഥലത്ത് ഏകലോക മതത്തിന് വേണ്ടി കത്തോലിക്ക സഭ, അടുത്തടുത്ത് കർഷക സമരം. 4 മനുഷ്യന്റെ ഡേറ്റ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിനകത്ത് കൊണ്ടുപോയപ്പോൾ ഇന്ന് രാത്രി അകത്തളത്തിനകത്ത് വചനം ഖേമിക്കുന്ന ദൈവമക്കൾ, ഒരുവൻ ഭരണത്തിൽ വരുമ്പോൾ നടക്കേണ്ട സംഭവങ്ങൾ മുഴുവൻ കോവിഡിന്റെ മറവിൽ നടന്നുവെങ്കിൽ ഇന്ന് രാത്രി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാനോട് സ്വർഗം പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി ഈ കോവിഡിന്റെ മറവിൽ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.